ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ഇയ്യോബിന്റെ പുസ്തകം 31 അധ്യായം 14 വാക്യം. ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? അവൻ സന്ദർശിക്കുമ്പോൾ ഞാൻ എന്ത് ഉത്തരം പറയും? പുരാതന ഭക്തനായ ഇയ്യോബ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. ആധുനിക ലോകത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾക്ക് വലിയ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ താളത്തിന് ഒപ്പിച്ച് തുള്ളുന്ന ഒരു കളിപ്പാവയെപ്പോലെയാണ് പലരും ദൈവത്തെ കാണുന്നത്. ചിലര് ദൈവത്തെ കാണുന്നത് പണം ഇരട്ടിച്ചു തരുന്ന പണമിരട്ടിപ്പുകാരനെ പോലെയാണ്. കഷ്ടം എന്നല്ലാതെ എന്താണ് ഇതിനൊക്കെ മറുപടി പറയുവാൻ? വചനം നമുക്ക് ദൈവത്തെക്കുറിച്ച് വ്യക്തമായ വെളിപ്പാട് തരുന്നുണ്ട്. മനുഷ്യൻ ചെയ്ത പ്രവൃത്തികൾ രഹസ്യമാണെങ്കിലും പരസ്യമാണെങ്കിലും അതിന് ന്യായമായ വിധി നൽകുന്ന, നീതിയുള്ള വിധി നടപ്പാക്കുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. ദോഷം കണ്ട് രസിക്കാത്ത, പാപത്തിന് കൂട്ടുനിൽക്കാത്ത, പാപികളെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന പരിശുദ്ധനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പുരാതന ഭക്തൻ ആയിരുന്നു ഇയ്യോബ്. ഇയ്യോബിന് വെളിപ്പെട്ട് കിട്ടിയ ഒരു സത്യം, ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? തന്റെ ജീവിതത്തെ താനിവിടെ ഒരാത്മപരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുകയാണ്. അനേക കാര്യങ്ങളാണ് താനിവിടെ പരിശോധിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 31 അധ്യായം 5 വാക്യത്തിൽ, ഞാൻ കപടത്തിൽ നടന്നുവെങ്കിൽ, എന്റെ കാൽ വഞ്ചനയ്ക്ക് ഓടിയെങ്കിൽ, ദൈവം എന്റെ പരമാർത്ഥത അറിയേണ്ടതിന് എന്നെ ഒരു ത്ലാസിൽ തൂക്കി നോക്കുമാറാകട്ടെ. എന്റെ കാലടി വഴിവിട്ടു മാറിയെങ്കിൽ, എന്റെ ഹൃദയം എന്നെ കണ്ണിനെ പിന്തുടർന്നുവെങ്കിൽ, വല്ല കറയും എന്റെ കൈക്ക് പറ്റിയെങ്കിൽ, ഞാൻ എന്റെ ഹൃദയം ഒരു സ്ത്രീയിൽ ഭ്രമിച്ചു പോയെങ്കിൽ, ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? എത്രയോ ആദർശത്തോടെയാണ് താൻ സംസാരിക്കുന്നത്. എന്റെ ഹൃദയം ഒരു സ്ത്രീയിൽ ഭ്രമിച്ചു പോയെങ്കിൽ. ഇന്ന് പലതിനോടുമുള്ള ഭ്രമം ആളുകൾക്ക് വർദ്ധിക്കുന്നു. ആഡംബര ഭ്രമം, ആഭരണ ഭ്രമം, ഭൗതിക വസ്തുക്കളോടുള്ള ഭ്രമം, ഇങ്ങനെ പല ഭ്രമങ്ങൾ മനുഷ്യനെ ബാധിച്ചിരിക്കുകയാണ്. എന്റെ ഹൃദയം ഒരു സ്ത്രീയിൽ ഭ്രമിച്ചു പോയെങ്കിൽ, ഇയ്യോബിന്റെ ഭയം, വചനത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ ചോദിക്കുന്നു, ദൈവം എഴുന്നേറ്റാൽ ഞാൻ എന്തു ചെയ്യും? അവൻ സന്ദർശിച്ചാൽ ഞാൻ എന്ത് ഉത്തരം അരുളും? ദൈവത്തിന്റെ മുമ്പാകെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ചിന്തകളാണിതൊക്കെ. എന്റെ കാലടികൾ വഴിവിട്ടാണ് സഞ്ചരിച്ചതെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ എന്തുത്തരം പറയും? ദൈവം മുമ്പാകെ ജീവിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ഞാൻ ഒരു ദിവസം ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടവനാണെന്നുള്ള ബോധ്യത്തോടെ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. 13 വാക്യത്തിൽ, എന്റെ ദാസനോ എന്റെ ദാസിയോ എന്നോട് വാദിച്ചിട്ട് ഞാൻ അവരുടെ ന്യായം തള്ളിക്കളഞ്ഞെങ്കിൽ, ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? അർഹതപ്പെട്ടവർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ പിടിച്ചുവെച്ച് ആ നന്മയും കൂടെ കൂട്ടിവെച്ച് അനുഭവിക്കുന്നുവെങ്കിൽ ഇയ്യോബ് ചോദിക്കുന്നു, ഞാൻ എന്തു ചെയ്യും? എന്റെ ദാസനോ എന്റെ ദാസിയോ എന്നോട് വാദിച്ചിട്ട് അവരുടെ ന്യായം തള്ളിക്കളഞ്ഞെങ്കിൽ. പ്രിയമുള്ളവരെ, നാം ന്യായമായി മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, ന്യായമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ അവരുടെ ന്യായത്തെ തള്ളിക്കളഞ്ഞാൽ ദൈവം എഴുന്നേൽക്കും. ദൈവത്തിന്റെ മുമ്പിൽ നാം എന്ത് ഉത്തരം പറയും? 16 വാക്യം, ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ മുടക്കിയെങ്കിൽ, വിധവയുടെ കണ്ണ് ഞാൻ ക്ഷീണിപ്പിച്ചെങ്കിൽ, അനാഥന് അംശം കൊടുക്കാതെ ഞാൻ തനിച്ചെന്റെ ആഹാരം കഴിച്ചെങ്കിൽ, ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും സമൃദ്ധിയും സ്വയം അനുഭവിക്കുവാനല്ല വിധവമാർ, അനാഥർ, ദരിദ്രന്മാർ അവരുടെ ആഗ്രഹങ്ങളെ മുടക്കി ഞാൻ തനിയെ ജീവിച്ചു പോയെങ്കിൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്ത് ഉത്തരം പറയും? 24 വാക്യത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്,
ഞാൻ പൊന്ന് എന്റെ ശരണമാക്കിയാൽ തങ്കത്തോട് നീ എന്റെ ആശ്രയമെന്ന് പറഞ്ഞാൽ, എന്റെ ധനം വളരെ ആയിരിക്കുന്നത് കൊണ്ട്, എന്റെ കൈ അധികം സമ്പാദിച്ചതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നുവെങ്കിൽ, ഭൗതികമായ ധനങ്ങൾ വാരിക്കൂട്ടിയിട്ട് ആ ധനത്തിന്റെ മുമ്പിലിരുന്ന് സന്തോഷിക്കുന്ന ഒരു ഹൃദയമാണ് ഉള്ളതെങ്കിൽ, സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അതിൽ മനസ്സ് വയ്ക്കുന്ന ഹൃദയമാണുള്ളതെങ്കിൽ, ചോദിക്കുന്നു, ദൈവം എഴുന്നേറ്റാൽ ഞാൻ എന്തു ചെയ്യും? 33-ാമത്തെ വാക്യത്തിൽ, ആദാമിനെ പോലെ എന്റെ ലംഘനം മൂടി എന്റെ അകൃത്യം ഞാൻ എന്റെ മാർവിടത്ത് മറച്ചു വെച്ചാൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? പ്രിയമുള്ളവരെ, ഇത് വളരെ ചിന്തനീയമായ കാര്യങ്ങളാണ്. ഞാൻ എന്റെ ലംഘനം ഏറ്റു പറഞ്ഞില്ലെങ്കിൽ, ഞാൻ എന്റെ ലംഘനം ആദാമിനെ പോലെ മറച്ചുവെച്ച വ്യക്തിയാണെങ്കിൽ, അർഹതപ്പെട്ടവരെ ഞാൻ സഹായിച്ചിട്ടില്ലെങ്കിൽ, അനാഥരുടെയും വിധവമാരുടെയും ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ, അവരുടെ നന്മകൾ ഞാൻ മുടക്കിയെങ്കിൽ, ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? കണക്കെഴുത്തിന്റെ പ്രമാണി വിളിച്ചു ചോദിക്കുന്ന നേരത്ത് ശരിക്കൊരു ഉത്തരം പറയുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ സന്നദ്ധിയിൽ നാം നമ്മുടെ നടപ്പിനെ ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതിനായിട്ട് കർത്താവ് കൃപ തരട്ടെ. സ്വർഗീയ പിതാവേ, ചെയ്ത പ്രവൃത്തികൾക്കും പറഞ്ഞ വാക്കുകൾക്കും കണക്ക് കൊടുക്കേണ്ടതിന് ദൈവസന്നിധിയിൽ ദൈവമുമ്പാകെ നിൽക്കേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ എല്ലാവരെയും സഹായിക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.